ഹായ് നമസ്കാരം. നിങ്ങളുടെ ടീം ഒരേ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾ നിരാശരാണോ? എങ്കിൽ ഈ ഒരു വിഷയം നിങ്ങൾക്കുള്ളതാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ പറ്റിയല്ല, മറിച്ച് അവ ഇനി ഒരിക്കലും വരാതെ എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചാണ്. അപ്പോ ഈ ചോദ്യം ഒരുപക്ഷേ നിങ്ങൾ പലതവണ സ്വയം ചോദിച്ചിട്ടുണ്ടാവുമല്ലേ? പ്രൊജക്റ്റുകൾ വൈകുന്നു, ബഡ്ജറ്റുകൾ പ്രതീക്ഷിച്ചതിലും കൂടുന്നു, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എവിടെയോ കേട്ടുമറന്ന പോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സത്യത്തില് ഇതിന്റെ ഒരു പരിഹാരം നമ്മൾ വിചാരിക്കുന്നതിലും ലളിതമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നാലെ ഓടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവ ഉണ്ടാകാതെ നോക്കുന്നത്. അപ്പോ ഈ ഒരു ചിന്താഗതിയിലേക്കുള്ള മാറ്റം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെയൊരു ചക്രത്തിൽ പെട്ടുപോകാറുണ്ടല്ലേ? ഒരു പ്രശ്നം വരുന്നു, നമ്മളത് പരിഹരിക്കുന്നു, കുറച്ചു കഴിയുമ്പോഴോ അതേപോലൊന്നു വീണ്ടും പൊങ്ങിവരും. അപ്പോ ഈ ഒരു ചക്രം ഭേദിക്കണമെങ്കിൽ നമുക്കൊരു വ്യവസ്ഥാപിതമായ സമീപനം കൂടിയേ തീരൂ. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. തെറ്റുകൾ പറ്റുന്നത് ഒരു മനുഷ്യസഹജമായ കാര്യമാണല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരേ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത്? കാരണം നമുക്കെപ്പോഴും തിരക്കാണ്. ഒരു പ്രശ്നം തീർന്നാൽ ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ടു പോകും. ഇതിനിടയിൽ ആരെയും കുറ്റപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ശരിക്കുള്ള കാരണം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാൻ മടിക്കും. അവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്. അപ്പോൾ ഓർക്കുക, പ്രശ്നം തെറ്റുപറ്റുന്നതല്ല, ആ തെറ്റിൽ നിന്ന് ശരിയായ രീതിയിൽ പഠിക്കാത്തതാണ്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല്, സംഭവിച്ച കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ സത്യസന്ധമായിട്ടങ്ങ് വിലയിരുത്തുക. ഇവിടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. പകരം സംഭവിച്ച പരാജയങ്ങളെ ഭാവിയിലേക്കുള്ള വിലപ്പെട്ട ഡേറ്റയാക്കി മാറ്റുകയാണ് ലക്ഷ്യം. വളരെ ലളിതമായിട്ടുള്ള 3 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. ഇത് ചെയ്താൽ നമുക്ക് പ്രശ്നത്തിന്റെ അടിത്തട്ടിലേക്ക് എത്താം. 1. എന്താണ് ശരിക്കും സംഭവിച്ച തെറ്റെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക. 2. വെറുതെ പുറമേ കാണുന്ന കാരണങ്ങൾക്കപ്പുറം എന്താണ് അതിന്റെ യഥാർത്ഥ മൂലകാരണം എന്ന് കണ്ടുപിടിക്കുക. പിന്നെ 3. ഇതിൽ നിന്ന് ഭാവിയിലേക്ക് നമുക്ക് എന്ത് പാഠം പഠിക്കാമെന്ന് ക്ലിയറായിട്ട് എഴുതിവെക്കുക. അപ്പോ എന്താണ് ഈ പറയുന്ന മൂലകാരണം അല്ലെങ്കിൽ റൂട്ട് കോസ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് വളരെ ക്ലിയർ ആവും. ഇപ്പോ ഒരു പ്രോജക്റ്റ് വൈകിയെന്ന് വെക്കുക. കാരണം ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു, ഒരു സ്റ്റാഫിന് അസുഖമായിരുന്നു, അതുകൊണ്ടാണ്. ഇത് ശരിക്കും ഒരു രോഗലക്ഷണം മാത്രമാണ്. നമ്മൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ആ ഒരാൾ ഇല്ലാത്തതുകൊണ്ട് പ്രോജക്റ്റ് നിന്നുപോയി? അപ്പോൾ ഒരുപക്ഷെ ഉത്തരം കിട്ടും, ആ ജോലി ചെയ്യാനറിയുന്ന വേറെ ആരും ടീമിലില്ലായിരുന്നു. കണ്ടോ, അതാണ് യഥാർത്ഥ മൂലകാരണം. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പഠിച്ച പാഠങ്ങളുണ്ടല്ലോ, അത് വെറുതെ മനസ്സിൽ വെച്ചാൽ പോരാ. ഇതുപോലെ ഒരു ചട്ടക്കൂടിലേക്ക് മാറ്റുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും. ദാ ഇവിടെ നോക്കൂ, പ്രധാന തെറ്റെന്താ? പ്രൊജക്റ്റ് ഡെഡ്ലൈൻ തെറ്റി. അതിന്റെ മൂലകാരണം നമ്മൾ കണ്ടെത്തി. അത് സമയത്തെ പറ്റിയുള്ള തെറ്റായ കണക്കുകൂട്ടലായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ച പാഠം എന്തായിരിക്കണം? സിമ്പിൾ. ഭാവിയിലുള്ള പ്രൊജക്റ്റുകൾക്ക് കുറച്ചുകൂടി ബഫർ ടൈം കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം വളരെ വ്യക്തമാകും, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പാസ്റ്റ് അനലൈസ് ചെയ്ത് പാഠങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഈ പാഠങ്ങള് വെറുതെ ഒരു റിപ്പോർട്ടിൽ ഉറങ്ങിക്കിടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാഠങ്ങളെ എങ്ങനെ ഭാവിയിലേക്കുള്ള ശക്തമായ പ്രതിരോധ നടപടികളാക്കി മാറ്റാമെന്നാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പഠിച്ച പാഠങ്ങൾ വെറും ഐഡിയകളായിട്ടിരുന്നാൽ പോരാ, അതിനൊരു ആക്ഷൻ പ്ലാൻ വേണം. ഇവിടെ കാണുന്നത് പോലെ ഓരോ പ്രതിരോധ നടപടിയും ആരാണ് ചെയ്യേണ്ടത്, എപ്പോഴത്തേക്കാണ് അതിന്റെ ഡെഡ്ലൈൻ എന്നൊക്കെ കൃത്യമായിട്ട് എഴുതിവെക്കണം. ഇതൊരു നിർണായക സ്റ്റെപ്പാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇതെല്ലാം കുറേ നല്ല ചർച്ചകളായിട്ട് മാത്രം അവസാനിക്കും, ഒന്നും നടപ്പിലാവില്ല. അപ്പോ ഈ പറയുന്ന പ്രതിരോധ നടപടികൾ പലതരത്തിലുണ്ടാകാം കേട്ടോ. ചിലപ്പോ ഒരു പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നാൽ പ്രശ്നം തീരും. വേറെ ചില സാഹചര്യങ്ങളിൽ സ്റ്റാഫിന് നല്ല ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ചിലപ്പോ കമ്പനിയുടെ നിലവിലുള്ള പോളിസികളിൽ തന്നെ മാറ്റം വരുത്തേണ്ടതായും വരാം. ചുരുക്കി പറഞ്ഞാൽ, പ്രശ്നം എന്താണോ അതിനനുസരിച്ചായിരിക്കണം പരിഹാരം. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഘട്ടത്തിലേക്കാണ്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതായിരിക്കും. അതായത്, ഇങ്ങനെ ഓരോ പ്രശ്നം വരുമ്പോഴും പരിഹാരം കാണുന്നതിനപ്പുറം ഈയൊരു പ്രതിരോധ ചിന്താഗതി എങ്ങനെ നമ്മുടെ കമ്പനിയുടെ കൾച്ചറിന്റെ, നമ്മുടെ പ്രവർത്തന സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റാം. ഈയൊരു താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് വളരെ പവർഫുള്ളാണ്. ഒരു വശത്ത് പഴയ രീതി, എപ്പോഴും തീ കെടുത്താനുള്ള ഓട്ടം, ഭയങ്കര സ്ട്രെസ്, അവസാനം ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നു.
മറുവശത്ത് നമ്മൾ ലക്ഷ്യം വെക്കുന്ന പുതിയ രീതി തീ പിടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, മൂലകാരണങ്ങളിൽ ശ്രദ്ധിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഇത് വെറുമൊരു പ്രോസസ് മാറ്റമല്ല, ഇതൊരു വലിയ സാംസ്കാരിക മാറ്റം തന്നെയാണ്. അപ്പോ ഈ മാറ്റം എങ്ങനെ സ്ഥിരമാക്കാം? നമ്മൾ പഠിച്ച പുതിയ പാഠങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഓർമ്മയിൽ മാത്രം വെച്ചാ പോരാ. അതിനെ നമ്മുടെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിന്റെ അല്ലെങ്കിൽ SOPകളുടെ ഭാഗമാക്കണം, പുതിയ ട്രെയിനിംഗ് പ്ലാനുകളിൽ ഉൾപ്പെടുത്തണം, റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമായി മാറും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കി, എല്ലാം സെറ്റായി. പക്ഷെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അവിടെയാണ് നമ്മുടെ അവസാനത്തെ പക്ഷെ ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് വരുന്നത്: മോണിറ്ററിംഗും തുടർച്ചയായ മെച്ചപ്പെടുത്തലും. നമ്മൾ നടപ്പിലാക്കിയ ഈ പ്രതിരോധ നടപടികളൊക്കെ വിജയിച്ചോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് കൃത്യമായ അളവുകോലുകൾ വേണം. അതിനാണ് നമ്മൾ KPIകൾ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നടപ്പിലാക്കുന്ന ഓരോ പ്രതിരോധ നടപടിക്കും ഇതുപോലെ വ്യക്തമായ ഒരു ലക്ഷ്യം വെക്കണം. ഉദാഹരണത്തിന്, നമ്മളൊരു പുതിയ പ്രോജക്റ്റ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ കൊണ്ടുവന്നില്ലേ? അതിന്റെ KPI എന്താണ്? കൃത്യസമയത്ത് തീരുന്ന പ്രോജക്റ്റുകളുടെ എണ്ണം. ലക്ഷ്യം 95%. അതുപോലെ പുതിയ വെൻഡർ പോളിസി വന്നതിനു ശേഷം ബഡ്ജറ്റ് ±5% വ്യത്യാസത്തിൽ നിൽക്കുന്നുണ്ടോയെന്ന് നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡാറ്റ തന്നെ നമുക്ക് പറഞ്ഞുതരും നമ്മുടെ ഈ ശ്രമങ്ങളൊക്കെ ഫലം കാണുന്നുണ്ടോ ഇല്ലയോന്ന്. അപ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതൊരിക്കലും ഒരു തവണ ചെയ്ത് നിർത്തേണ്ട ഒരു കാര്യമല്ല. ഇതൊരു ലൂപ്പാണ്, ഒരു തുടർ പ്രക്രിയ. നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു, വിജയം ഉറപ്പുവരുത്തുന്നു, എവിടെയെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അത് ചെയ്യുന്നു, എന്നിട്ട് ഈ സൈക്കിൾ വീണ്ടും ആവർത്തിക്കുന്നു. ഇങ്ങനെയാണിത് മുന്നോട്ടു പോകുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഈ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. അപകടസാധ്യത കുറയ്ക്കാനും തുടർച്ചയായി മെച്ചപ്പെടുത്തുന്ന ഒരു കൾച്ചർ വളർത്താനും വേണ്ടിയുള്ള പ്രതിരോധ നടപടികൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ? വെറുതെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി നടന്ന് പരിഹരിക്കുന്നതിനപ്പുറം ഒരു പഠനത്തിന്റെ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇതിനുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ശരിയായ വഴിയിലാണ്.